ഒന്ന് ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ക്യാമറ ഇല്ല, അവരുടെ റെക്കോർഡിംഗ് വർക്കിംഗ് ക്യാമറ ഇല്ല. അപ്പത്തിന് അവിടെ എന്നുള്ള ആ കടലയിലത്തെ രാജനൊക്കെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് സെൻറ്റ് ജെയിംസ് ഓർത്തഡോക്സ് ചർച്ച് തൃക്കോതമംഗലത്താണ്. നമുക്കറിയാം വാഴക്കാലപ്പള്ളി ഇവിടെ ഇന്നൊരു മോഷണം നടന്നു പുലർച്ചെ 3:30 വെളുപ്പിനെ 3:30 ആയപ്പോഴത്തേനാ നമ്മുടെ മുഖ്യ ശുശ്രൂഷകൻ വന്നത്. അതിന് മുമ്പായിട്ട് 11 മണി വരെ ഇവിടെ ആളുണ്ടായിരുന്നു. രാത്രി 11 മണി വരെ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. ആ മഴയുള്ള സമയത്താണ് ഇത് നടന്നിരിക്കുന്നത്. അത് ശരിയാണ്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ പിള്ളേരെ? ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിവുള്ള ആരോ ആയിരിക്കണം അല്ലേ? അല്ലെ പിന്നെ ക്യാമറയും CCTV ദൃശ്യങ്ങളോ വല്ലോ? ക്യാമറ നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിപ്പം 2-3 ദിവസമായിട്ട് അത് ഇവര് കോൺട്രാക്ടേഴ്സ് വെച്ചിരിക്കുന്നതാണ്. അത് 2-3 ദിവസമായിട്ട് അത് ഇതാകുന്നില്ല. അതേ ദൃശ്യങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലേ? ദൃശ്യങ്ങൾ കിട്ടിയില്ല. രാവിലെ തന്നെ പോലീസ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്തായിരുന്നു ആണല്ലേ? ഇതിപ്പം എന്നൊക്കെയാ ഇപ്പം കൊണ്ടുപോയിരിക്കുന്നത്? നമുക്ക് 2 ഓഫീസ് മുറിയും അതുപോലെ തന്നെ നമ്മുടെ വികാരിയുടെ റൂമുമാണ് കുത്തി തുറന്നിരിക്കുന്നത്. തുറന്നിട്ട് നമ്മുടെ ഓഫീസ് മുറിയിൽ അലമാര തുറന്നിട്ട് അതിനകത്ത് നമ്മൾ മരിച്ചവരുടെ മിന്നുകൾ, സ്ത്രീകളുടെ മിന്നുകൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ടല്ലോ. അതന്നേരത്തിന് ആ മിന്നുകൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ മീറ്റിങ്ങിനകത്ത് അത് നമുക്ക് സെയിൽ ചെയ്യണമെന്ന് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു. നമുക്ക് സെയിൽ ചെയ്യണം. അത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവര് പോയിരിക്കുന്നത്. പൈസ ആയിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാണിക്കൊന്നും പൊട്ടിച്ചു. കാണിക്ക ഇപ്പം കുർബാന നടക്കുന്നത് ഇപ്പൊ ഹാളിനകത്തായതുകൊണ്ട് കാണിക്ക വഞ്ചി എവിടെ ഇരിക്കുന്നത് അതിനകത്ത് ഒന്നും ഇവിടെ വെളിയിലെങ്കിലും കാണിക്ക വഞ്ചി പണ്ടൊരു പ്രാവശ്യം ഇതിനകത്തൊന്ന് പൊട്ടിച്ചുകൊണ്ട് പോയതാണ്. പിന്നെ ഇപ്രാവശ്യം അത് ശ്രമം നടന്നിട്ടില്ല. ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മുടെ ജോലി ചെയ്യുന്ന ആള് വന്നിരുന്നു. ഇവിടെ പണി ചെയ്യുന്ന ആള് വന്ന് അദ്ദേഹം നോക്കിയപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ മുണ്ട്, അവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മുറിയിലെ വരുമ്പോ മുണ്ടില്ല. അയാളുടെ മുണ്ടില്ല. പുള്ളി കണ്ടിപ്പോ മേളില് വെള്ളം നനയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുണ്ടില്ല. പുള്ളി പറയുന്ന 2 ഈ പറയുന്ന ആണി ലിവർ അത് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അത് വെച്ചായിരിക്കാം ചിലപ്പോൾ കുത്തി തുറന്നിരിക്കുന്നത്. നമ്മുടെ വാത്താൻ സ്റ്റേഷന്റെ പരിധിയാണ്. അവര് പോലീസ് വന്നു. CC ക്യാമറയുടെ കാര്യങ്ങൾ ചോദിച്ചു. അവർ 3 പേര് വന്നിരുന്നു. അവര് വന്നപ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ അവര് പറഞ്ഞിരിക്കുന്നത് ഈ റൂട്ടില് സമയത്ത് വണ്ടി പോയിരിക്കുന്നതോ എന്തോ ഇതാണ് എന്നുള്ളതാണ്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അവര് ചോദിച്ചു. അന്നേരം ഇന്ന് മോഷണത്തിന് അവരാണോ സംശയം കൊണ്ട് അവര് ചോദിച്ചത്. ഇപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഇത് കുർബാന കഴിയുമ്പോഴത്തേന് സ്റ്റേഷനിലോട്ട് ചെന്ന് പരാതി എഴുതി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഓഫീസ് മുറി നമ്മുടെ എവിടെയാണ്? ക്യാമറകളുള്ളൂ. ഇങ്ങനെ ഒത്തിരി വെട്ടത്തൊലയിലൊക്കെ ഈയിടെ 1-2 മോഷണമൊക്കെ നടന്നപ്പോഴത്തേനെ അവർക്ക് അവരുടെ ആ ഒരു സ്വകാര്യത മാത്രമേ നിൽക്കുന്നുള്ളൂ. വെളിയിലോട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ. എവിടെ കുത്തി തുറന്ന അവിടാണ്? ഇവിടെ അല്ലേ? ദൂരെ തുറന്ന് കയറി അലമാരി താക്കോൽ ഡ്രോയിന്ന് എടുത്ത് തുറന്ന് തപ്പി അല്ലേ? എടുത്തില്ല. ഇവിടെ ശരിയാ. ഇതിനകത്ത് നമ്മൾ ഈ മരിച്ചവരൊക്കെ മിന്നസ് സൂക്ഷിച്ചു. അതാ എടുത്തോണ്ട് പോയിരിക്കും അല്ലേ? അതൊക്കെ ഏകദേശം ഒരു അങ്ങനെയൊന്നും അറിയത്തില്ല. നമ്മള് ഒരു 10 വെച്ച് കാണുമായിരിക്കും.
സ്വർണ്ണമല്ലേ വരുന്നല്ലേ? അല്ല ഇവിടെ ഡ്രോയും ഇതൊന്നും കുത്തി തുറന്നൊന്നും ഡ്രോ കുത്തി തുറന്നിട്ടില്ല, പക്ഷെ തപ്പിയിട്ടുണ്ട് ഇവിടെ എല്ലാം. ആണല്ലേ? എന്നിട്ട് ഒരു ഇവിടെ ഡ്രോയ്ക്കകത്ത് പി ഒക്കെ ഉണ്ട്, പി ഒക്കെ ഞാൻ ഗവൺമെന്റ് കിട്ടിയത് അവിടെ തപ്പിയിട്ടുണ്ട്. പൈസയൊന്നും ഇതിനകത്തോണ്ട് വെക്കാറില്ല. സ്വർണ്ണം നമ്മൾ അതിനകത്ത് മിന്നായിട്ട് മരിച്ചു പോകുന്ന മിന്നായിട്ട് സൂക്ഷിക്കുന്നത്. പണി നടക്കുന്നല്ലേ, ഇവിടെ വല്ല ഉണ്ടെന്ന് ഓർത്തായിരിക്കും. അതെ അതെ. മഴ തുടങ്ങി കഴിയുമ്പോഴത്തേന് ഇവർക്കറിയാം. അതെ അതെ. അതെ ഈ വിനോദ ശരിക്കും പറഞ്ഞ ഈ ലൈറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. ഈ ലൈറ്റ് എല്ലാം ഉണ്ടല്ലേ? പക്ഷെ എന്താ നല്ല മഴയത്താണ് ഈ പണി നടന്നിരിക്കുന്നത്. ഈ പണിക്കാരും വൈകിട്ട് ഇവിടെ സ്റ്റേ ഇല്ല അല്ലേ? അവരാരില്ല. പാറയെടുത്തായിരിക്കും ഇത് പൊളിച്ചിരിക്കുന്നത് അല്ലേ? അതിനകത്തൊരു മുണ്ടും ഒരു മുണ്ട് മിസ്സായി. അന്നേരം പുള്ളി ശ്രദ്ധിക്കുന്നു. പുള്ളിയോട് പറഞ്ഞു ഇതാടെ തുറന്നു ചോദിച്ചു. നമ്മളത് തുറക്കാറില്ല, അവരുടെ താക്കോല്. അവന്റെ മുണ്ട് കാണാൻ പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അതൊന്നും തുറന്നു. അതൊന്നും പോയിട്ടില്ല, സാധനമൊന്നും പോയിട്ടില്ലെന്നാ പറഞ്ഞു. വേറെ അടിസ്ഥാനങ്ങളും ഇതൊക്കെ ഇരിപ്പുണ്ട്, കട്ടറുണ്ട്, പക്ഷെ അവനിത് കുത്തി തുറക്കാനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളായിരിക്കും. ഇത് അവന് മറ്റേ മിന്നു കിട്ടിയോടുകൂടി ഹാപ്പി ആയത്. പക്ഷെ അതിന്റെ തൂക്കമൊന്നും നമുക്ക് അങ്ങനെ അറിയത്തില്ല അല്ലേ? അറിയത്തില്ല. ഒരു പവൻ വരും വിനോദം. ഇപ്പോഴത്തെ ഒരു പവൻ എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ അടുത്ത്. ഇതിപ്പം അവന് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഈ മിന്നായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു കമ്പിപ്പാലെല്ലാം 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം അവിടെ കണ്ടെന്ന് പറഞ്ഞു. തപ്പിട്ടുണ്ടോ നേരെ പിന്നെ ഓഫീസിൽ അതിനകത്തുനിന്നാണ് ഇവിടെ ഈ മരിച്ചു വേറെ മീനൊക്കെ ഇല്ലേ സ്ത്രീകളുടെ, അത് ഈ ലോക്കറിനകത്ത് വരുന്നുണ്ട്. വെച്ച് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നേരത്തെ ക്യാമറ ഒന്നുമില്ല അല്ലേ? മറ്റേ പള്ളിപ്പണി നടക്കുന്ന കാരണം അത് കഴിഞ്ഞിട്ടെല്ലാം റെഡിയാക്കാനുള്ള ഈ കഥവും കുത്തിപ്പൊളിച്ചിരിക്കും. എന്നോട് ചോദിച്ചു, ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ലുങ്കി കാണുന്നില്ല. ലുങ്കി ഇട്ടപ്പോൾ അഭിപ്രായയുടെ കാര്യം ഞാൻ ചുമ്മാ ചോദിച്ചു.
ഈ ഒരെണ്ണം കാണത്തില്ലെന്നാണ് പറഞ്ഞത്. അതുപോലെ അത് നടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ലെന്ന് പറയും. എന്റെ പോലീസുകാരെല്ലാം വന്ന് എന്റെ പുറകെ എല്ലാവരും കേട്ടില്ല. ഞാൻ വന്നിട്ടുണ്ട് അതാ ചോദിച്ചാ എല്ലാവരും കയറിയെന്ന് ചോദിച്ചു. വീട്ടിലെ ക്യാമറ വഴിയിലോട്ടുണ്ടോ? അവിടെ ചുരുട്ടിക്കൂട്ടി വരുന്നതോ ഒന്ന് ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. സാറേ നമസ്കാരം. നമുക്ക് ഈ മോഷണം നടക്കുന്ന സമയത്ത് ഈ കൂടുതൽ ആൾക്കാരെല്ലാം ഇങ്ങനെ വന്ന് കയറുകയും ചെയ്യും. ഫിംഗർ പ്രിന്റിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. അത് ആൾക്കാരെല്ലാം കയറി പോയി എല്ലാവർക്കും പിടിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ? നമസ്കാരം. അച്ഛൻ എപ്പോഴാണ് ഇത് അറിയുന്നത്? രാവിലെ 5:45 ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞത്. തികച്ചും ദൗർഭാഗ്യമായ ഒരു കാര്യമാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. ഏകദേശം സ്വർണ്ണമൊക്കെ 1 പവൻ അടുത്താണ്ടുണ്ടെന്നാണ് അല്ലേ? 1 പവൻ അടുത്തോളം 1 പവനടുത്തുള്ള സ്വർണം വരുന്നത്. പഴയ മിന്നുകളൊക്കെയാണ് വരുന്നത്. നമുക്കിപ്പം പോലീസാണേലും പറയുന്നത് അവർക്ക് ക്യാമറ ദൃശ്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ലെന്നുള്ളൊരു ഇതാ പറയുന്നത്. അവര് പല ഓടുവഴികളൊക്കെ അല്ലേ? എന്നാലും എനിക്ക് തോന്നുന്നത് നമുക്കിത് വ്യക്തമായിട്ടൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കുമെന്ന് അല്ലേ? ഇവിടെ ഒരു എല്ലാം അറിയാം. കാരണം രാത്രി 11 മണിയോളം ഇവരുടെ ഉണ്ടായിരുന്നു. 11 വരെ ഇവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ 3 മണിയായപ്പം നമ്മുടെ ഇവിടുത്തെ പ്രധാന ശുശ്രൂഷൻ കപ്പ്യാര് പള്ളിയിലെത്തി. അദ്ദേഹം 3:30 ആയപ്പം ഈ എന്റെ കുപ്പായം എടുക്കാൻ വേണ്ടി മുറിക്കകത്ത് കയറുമ്പോഴാണ് ഇത് തുറന്നു കിടക്കുന്നതാണ് കാണുന്നത്. അന്നേരം പുള്ളി ട്രസ്റ്റിയെയും ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു. വാത്താനം പോലീസ് സ്റ്റേഷനിൽ അയച്ചു. അവരെല്ലാം വന്നു. ഇവിടെ ഈ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനേകം ലേബേഴ്സ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവര് പലരും ഏത് ദേശത്തും പല ദേശത്തും വരുന്നവരൊക്കെയാണ്. അപ്പം പലരും അതിനോട് ചേർന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ആരാവും എന്തെങ്ങനെയാവും എന്നറിയില്ല. എന്തായാലും ഒരു ചെറിയ ഐഡിയ ഈ കാര്യത്തിൽ ഉള്ള ആൾ അതിനെ ആയിരിക്കണം. അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് വരാനായിട്ടും സാധ്യതയില്ല. ഇങ്ങനെ ഇവിടെ പള്ളി ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ നിർമ്മാണം നടക്കുകയാണെന്നും ഒരുപക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ രൂപ വല്ലതും വെച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചൊക്കെ കയറിയതാവാം. ഏതായാലും കള്ളനെ പിടിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാത്താനം സ്റ്റേഷനിൽ നിന്ന് SIയും ചോദ്യപ്പെടെല്ലാം വന്നു. ഇപ്പോൾ MLA ചാണ്ടിയുമ്മൻ ഇവിടെ വന്ന് അദ്ദേഹം പോവുകയുണ്ടായി. എന്നിട്ട് ഞായറാഴ്ച ദിവസമായിട്ട് ആരാധനാ ദിവസമായിട്ട് എല്ലാവരും ഇടവക്കാരെല്ലാം ഇവിടെ രാവിലെ തന്നെ എത്തിച്ചേർന്നു. ശരിയാണ്. നമ്മള് രാവിലെ എപ്പോഴാണ് ഇവിടെ വന്ന? രാവിലെ 3:30 ആയപ്പോഴത്തേന് വന്നേരം എങ്ങനെ ഇത് കാണാൻ? ഞാൻ പള്ളിയിലെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു കുപ്പായം അച്ഛൻ്റെ മുറിക്കാത്തുണ്ട്. ആ കുപ്പായം എടുക്കാൻ വേണ്ടി 4 മണി കഴിഞ്ഞപ്പോൾ അതിനകത്ത് താക്കോൽ ആ കഥകളിട്ടപ്പോഴത്തേക്ക് തുറന്നുപോയി. തുറന്നു കിടക്കുന്നു. ചാരി ഇട്ടിരിക്കുകയായിരുന്നു, തുറന്നുപോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് അവിടെ ഇത് കണ്ട് അലമാരിയെല്ലാം അച്ഛൻ്റെ മുറിയിലെ അലമാരിയെല്ലാം തുറന്നു നടക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ സെക്രട്ടറി ആ വീട്ടിലാണ് താമസിക്കുന്നത്. സെക്രട്ടറിയെ വിളിച്ചു, ഇവിടെ വരുത്തിയ സെക്രട്ടറി അന്നേരം മറ്റുള്ളവരെയൊക്കെ വിളിച്ച് നോക്കിയപ്പോഴത്തേനാണ് ഓഫീസും തുറന്ന് അലമാരിയെല്ലാം കുത്തിപ്പുറത്ത് കാണാൻ പറ്റും അല്ലേ? ഏതായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അല്ലേ?